എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം പരിഹാരമാകാതെ തുടരുകയാണ്. സ്കൂൾ മാനേജ്മെന്റിന്റെ വെല്ലുവിളി അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് സർക്കാർ. വിവാദത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും സർക്കാർ ആവർത്തിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയാണ് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. സ്കൂളിന്റെ NOC റദ്ദാക്കുവാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും മന്ത്രി പറയുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതൊരു സാധാരണ ചെയ്യുന്ന ഒരു ക്രമമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് പിന്നീട് നാം കണ്ടത്. സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാധ്യമ പ്രവർത്തകന് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അതിൽ തുറന്നു പറയുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല. ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഭിഭാഷകയോട് മാധ്യമപ്രവർത്തകൻ അവരുടെ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നാം കണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ സംശയത്തിന്റെ ഇല്ലാതെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ്. അതിനെ കക്ഷിരാഷ്ട്രീയ താൽപര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരു അവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയത്. എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ഇതാണ് സർക്കാരിന്റെ നിലപാട്. മന്ത്രി വി ശിവൻകുട്ടി ആ നിലപാട് ആവർത്തിക്കുകയാണ്. സർക്കാരിനെ വെല്ലുവിളിക്കാൻ അനുവദിക്കുകയില്ല, വേണമെങ്കിൽ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കുവാനുള്ള അവകാശവും സർക്കാരിനുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ചില രഹസ്യ അജണ്ടകളാണ് സ്കൂളിൽ നടപ്പായത് എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നു. കോൺഗ്രസും ഇതിൽ പങ്കാളിയാണ് എന്ന രീതിയിലാണ് മന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം നടന്നത്. അതേസമയം ഹിജാബ് ധരിക്കാതെ എത്താമെന്ന് കുട്ടി സമ്മതപത്രം നൽകിയാൽ മാത്രം സ്കൂളിൽ തുടരാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. കുട്ടിയുടെ മാതാപിതാക്കൾ ഇതുവരെ അങ്ങനെ ഒരു സമ്മതപത്രം നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്, നവമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നവമി, ഇന്ന് ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? സ്കൂൾ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ഇപ്പോഴും സർക്കാരിന്റെ ആ ഉത്തരവ് നിലനിൽക്കുകയാണല്ലോ, സർക്കുലർ കം ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ എത്തിയിരിക്കുന്നത് ഹിജാബ് ധരിച്ചു വന്നാലും പ്രവേശിപ്പിക്കണമെന്ന്. അത് റദ്ദാക്കുവാനായിട്ട് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മഞ്ജുജി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മൾ സ്കൂൾ മാനേജ്മെന്റ്, അവരുടെ അഭിഭാഷകർ, കുട്ടിയുടെ മാതാപിതാക്കൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നൊരു ചർച്ച നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ചില ആളുകളുടെ മധ്യസ്ഥതയിലാണ്. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ പരസ്യ പ്രതികരണങ്ങളിലേക്കോ ഒന്നും പോകണ്ട എന്ന് തന്നെയായിരുന്നു KCBCയും സ്കൂൾ മാനേജ്മെന്റിനെ വിലക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളോടക്കം പ്രതികരിക്കേണ്ട, ഈ വിഷയത്തെ ചിലർ വർഗീയ ധ്രുവീകരണത്തിന് മുതലെടുക്കുന്നുണ്ട്, വർഗീയ ധ്രുവീകരണം നടത്തുവാനായി ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിലേക്കൊന്നും തന്നെ ഈ വിഷയത്തെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. സ്കൂൾ മാനേജ്മെന്റും കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ച് ഇതെങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നതിനെ മാത്രം ഇനി മുന്നോട്ട് നോക്കിയാൽ മതി എന്നൊരു തീരുമാനം തന്നെയായിരുന്നു KCBC അടക്കം
അടക്കം സ്കൂൾ മാനേജ്മെന്റിന് നൽകിയത്. അതുകൊണ്ട് തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട സ്കൂളിന്റെ പ്രിൻസിപ്പളോ PTA ബന്ധപ്പെട്ടവരോ ആരും തന്നെ മാധ്യമങ്ങളോട് ഇന്നത്തെ ദിവസം പ്രതികരിച്ചിട്ടുമില്ല. പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവർപ്പോൾ പ്രതികരിക്കാനില്ല എന്ന മറുപടി തന്നെയായിരുന്നു നൽകിയിരുന്നത്. ആ രീതിയിലേക്ക് നിൽക്കുമ്പോഴാണ് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഈ സ്കൂൾ മാനേജ്മെന്റിനെയും അഭിഭാഷകരെയും ഒപ്പം PTA ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം വീണ്ടും എത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നിലപാട് എന്നതറിയാനാണ് ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇനി സ്കൂളിന്റെ കുട്ടി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല. സ്കൂൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുട്ടിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അതിനുശേഷം മാത്രമേ സ്കൂളിലേക്ക് വരികയുള്ളൂ എന്ന്. പക്ഷെ കുട്ടിക്ക് ഇന്ന് പരീക്ഷയാണ്, പരീക്ഷ എഴുതാൻ കുട്ടിയെ എത്തിക്കണമെന്ന് മാതാപിതാക്കളോട് രാവിലെ തന്നെ ക്ലാസ് ടീച്ചർ വിളിച്ചറിയിക്കുകയും ചെയ്തു. പക്ഷെ കുട്ടി ഇന്ന് എത്തില്ല. കുട്ടിയുടെ സഹോദരിയും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. രണ്ടുപേരും ഇന്ന് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ടീച്ചർമാരെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇന്ന് കുട്ടി സ്കൂളിലേക്ക് എത്തില്ല എന്ന മറുപടി തന്നെയാണ് അവരിൽ നിന്നും നൽകുന്നത്. ഇനി ഏത് വിധേനയായിരിക്കും ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കുട്ടി ഹിജാബ് ധരിച്ച് എത്തില്ല എന്ന സമ്മതപത്രം നൽകിയാൽ മാത്രമേ ഇനി കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെന്റ്. പക്ഷെ അങ്ങനെ ഒരു സമ്മതപത്രം കൊടുക്കാൻ തൽക്കാലം വകുപ്പില്ല, അല്ലെങ്കിൽ തൽക്കാലം അങ്ങനെ ഒരു സമ്മതപത്രം കൊടുക്കില്ല എന്ന നിലപാടിലാണ് കുട്ടിയുടെ മാതാപിതാക്കളും ഉറച്ചു നിൽക്കുന്നത്. ഇനി ഏത് വിധേനയായിരിക്കും? രാവിലെ KCBC വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് സർക്കാരുമായി സംസാരിച്ചു, ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാരിന്റെ ഒരു മധ്യസ്ഥ ചർച്ച, അല്ലെങ്കിൽ സർക്കാരും ഈ വിഷയം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുമെന്നാണ് പ്രതീക്ഷ. ആ രീതിയിലേക്കുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനി മാനേജ്മെന്റും സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടി എടുക്കുക എന്ന കാര്യമായിരുന്നു KCBC വൃത്തങ്ങളും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു നിലപാട് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുക എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. മഞ്ജുഷ്, ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നതിന് ശേഷം സ്കൂൾ മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവർ പരസ്യമായിട്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. എങ്കിലും എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം വരാൻ കാരണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും അവർ പറയുവാനുള്ള എന്തെങ്കിലും പറയുമോ? അവർ എന്താണ് അവർക്ക് ഇതിനോടുള്ള പ്രതികരണം എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല മഞ്ജുഷ, ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരുന്നു, പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു. അവർക്ക് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്താൻ താല്പര്യമില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. മാധ്യമങ്ങൾ തൽക്കാലം ഈ സ്കൂളിലേക്ക് വരേണ്ടതില്ല, തങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. രാവിലെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചർച്ചകളുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയും സംസാരിച്ചിരുന്നു. അവരെന്തായാലും ഈ വിഷയം മാധ്യമങ്ങളോട് സംസാരിക്കുകയില്ല, അങ്ങനെ തന്നെയാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രാവിലെ KCBC അടക്കം സ്കൂൾ മാനേജ്മെന്റിനോട് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശവും നൽകിയിരുന്നു. ആ നിർദ്ദേശത്തെ തുടർന്നായിരിക്കും ഇനി ഇപ്പോൾ അവർ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും മാനേജ്മെന്റിനെയും PTA അഭിഭാഷകരെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത നീക്കം, അല്ലെങ്കിൽ ഇതിൽ എന്ത് മറുപടിയാണ് ഇവർ നൽകുന്നതെന്ന് ആണ് ഒറ്റുനോക്കുന്നത്. ഒപ്പം ആദ്യം രാവിലെ തന്നെ ഇതിനെ അഭിഭാഷകർ അറിയിച്ചിരുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം, അതായത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിന്റെ പുറത്ത് നിർത്തി എന്ന തെറ്റായ ആരോപണത്തിനെതിരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചു, അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു രാവിലെ അഭിഭാഷക അറിയിച്ചിരുന്നത്. പിന്നീട് തൽക്കാലം അങ്ങനെ പുതിയൊരു ഹർജിയുമായി, അല്ലെങ്കിൽ പുതിയൊരു കാര്യം കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പിന്നീട് അവർ മാറുകയും ചെയ്തു. ശരി, നോമി, ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇത് ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് സ്കൂളിനെതിരെ? അത് ഇന്നലെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്, സ്കൂളിലെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നും ഒക്കെ അങ്ങനെ പ്രതികരണം വന്നതുകൊണ്ട് അതിന് മറുപടി നൽകിയേ തീരൂ എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു തീർക്കുകയായിരുന്നോ ഇത്? സർക്കാരിനാണ് അധികാരം കൂടുതൽ സ്കൂളിനേക്കാൾ എന്ന് സ്ഥാപിക്കുവാനായിട്ട്? അത് സ്വാഭാവികമായും അങ്ങനെ മാത്രമേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. കാരണം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കസ്റ്റോഡിയൻ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങളും വിദ്യാഭ്യാസ ചട്ടങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും വകുപ്പിന് തന്നെയാണ്. ആ കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ NOC വേണമെങ്കിൽ റദ്ദാക്കാനുള്ള അധികാരം DGEക്കുണ്ട്.
ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ മാനേജ്മെന്റിനുള്ളൊരു മുന്നറിയിപ്പായി കൂടി മാറുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി പ്രതികരണം നടത്തേണ്ടത് അഭിഭാഷകയോ അതല്ല എങ്കിൽ PTA പ്രതിനിധികളോ അല്ല, അത് മാനേജ്മെന്റ് പ്രതിനിധികളാണ് അത്തരത്തിൽ പ്രതികരണം നടത്തേണ്ടത്. പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ അഭിഭാഷകയ്ക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അവസാനിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും അത് വിവാദമായി മാറിയതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മുമ്പിൽ മൗനം തുടരാൻ വിദ്യാഭ്യാസ വകുപ്പിനോ സർക്കാരിനോ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളുടെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടുന്ന കാര്യം, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റും തങ്ങളുടെ നിലപാടിൽ ഒരു അയവ് വരുത്താനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നപരിഹാരത്തിനായി ഇനി ഏത് തരത്തിലുള്ള ഇടപെടലാകും നടക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി, ഡാൻ കുര്യനും നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അതിരൂക്ഷമായ വിമർശനമാണ് സ്കൂളിനെതിരെ ഉന്നയിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ മോർച്ചയുടെ മാർച്ച് നടക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. മഹിളാ മോർച്ച പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതേസമയത്ത് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ പ്രതിഷേധം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ നടത്തുവാനുള്ള ഉദ്ദേശത്തിലാണ് BJP. ഇതിന്റെ ഭാഗമായിട്ടാണ് മഹിളാ മോർച്ചയുടെ ശരണം വിളിയോടുകൂടിയായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം തുടങ്ങിയത്.
ആണുങ്ങൾ തുറന്നു നോക്കിയോ? എങ്ങോട്ടാടാ ചെന്ന് കയറുന്നത്?
കണ്ടോ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വണ്ടി കൊണ്ട് മാറ്റിയിടെ മാറ്റി പറഞ്ഞു മാറ്റിയിടാന്ന്
ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ പ്രതിഷേധിച്ചാണ് മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധത്തിനാണ് BJP ഈ വിഷയത്തിൽ തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, മഹിളാ മോർച്ച പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമാണല്ലോ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. നിയന്ത്രിക്കുവാൻ പോലീസ് പാടുപെടുകയാണല്ലോ. സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിലേക്ക് അടക്കുവാനുള്ള ശ്രമവും ഇതിനിടെ നടക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുന്നു ഈ പ്രതിഷേധം ആരംഭിച്ചിട്ട്. സമര കവാടത്തിലേക്കാണ് പ്രവർത്തകർ ആദ്യം എത്തിയത്. ഇപ്പോൾ MG റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം വളരെ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റ് പണിക്കൽ MG റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. സമര കവാടം ആദ്യം ഉപരോധിക്കാൻ ശ്രമിക്കുകയും പോലീസ് ജലപോരങ്കി പ്രയോഗിച്ച് അവരെ നേരിടാൻ നോക്കുകയുമൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ട് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കവാടത്തിലേക്ക് ചാടിക്കടക്കാനുള്ള നീക്കം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതോടെയാണ് ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ അവിടെ നീക്കിയത്. ഇപ്പോൾ അതിനുശേഷം വീണ്ടും പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് MG റോഡിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ശോഭാ സുരേന്ദ്രൻ അതോടൊപ്പം മുൻ DGP സൈനിക ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇവിടെ എത്തിയിരുന്നു. വലിയൊരു പ്രവർത്തകരുടെ ബാഹുല്യം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ സെക്രട്ടേറിയറ്റ് കവാടത്തിൽ ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴും പ്രതിഷേധം മാറ്റമില്ലാതെ തുടരുകയാണ്. ശരി ഡാൻ, വലിയ പങ്കാളിത്തമാണ് മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഈ പ്രതിഷേധ സമരത്തിൽ ഉള്ളത്. ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് മഹിളാ മോർച്ച പ്രവർത്തകരെ നിയന്ത്രിക്കുവാൻ പോലീസ് പാടുപെടുന്നു. അതിന് കാരണം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിലേക്ക് കടക്കുവാൻ മഹിളാ മോർച്ച പ്രവർത്തകർ ശ്രമിക്കുന്നു എന്നതാണ്. റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുന്നു. ശരണം വിളികളോടെയാണ് മഹിളാ മോർച്ച ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായ നീക്കങ്ങളെക്കുറിച്ച് പഠിക്കാൻ സഭകൾ എക്യുമെനിക്കൽ സഭകളുടെ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. നീക്കങ്ങൾ ആസൂത്രിതമാണോ എന്നതടക്കം പഠിച്ച് തുടർ നടപടിയെടുക്കാനാണ് ആലോചന. സഭാ സ്ഥാപനങ്ങൾക്കെതിരെ നടക്കുന്നത് ഒറ്റപ്പെട്ട നിലയിലുള്ള സംഭവമല്ല എന്ന വിലയിരുത്തലാണ് പാലായിൽ നടന്ന എക്യുമെനിക്കൽ
സഭകളുടെ യോഗം അതിലൊരു ചർച്ചയുണ്ടായത്. ഇതിനെ തുടർന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കണം എന്നൊരു തീരുമാനത്തിൽ സഭകൾ എത്തിയത്. കേവലം കത്തോലിക്ക സഭ മാത്രമല്ല, ഓർത്തഡോക്സ് ഉൾപ്പെടെയുള്ള വിവിധ മറ്റ് സഭകൾ, ക്രൈസ്തവ സഭകളും ചേർന്നുകൊണ്ടാണ് പാലാ ബിഷപ്പ് ഹൗസിൽ ഇങ്ങനൊരു യോഗം ചേർന്നത്. അതിനെ തുടർന്ന് ഇങ്ങനൊരു വിശദമായ പഠനം, ഇതിന്റെ പ്രത്യാഘാതമെന്ത്, ഇനിയും ഇത് ഉണ്ടായാലെങ്ങനെ, അങ്ങനെയുള്ള വിശദമായ ഒരു പഠനം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് സഭകൾ എത്തിയത്. ഈ വിഷയം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ്. പള്ളുരുത്തിയിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അതേത് സ്വഭാവത്തിലുള്ളതാണ്, അതിന്റെ പ്രേരണ എന്താണ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ സഭകൾ ഇതിൽ കുറച്ചുകൂടെ വിശദമായ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ പാലായിൽ നടന്ന യോഗത്തിൽ വിവിധ അധ്യക്ഷന്മാർ, എല്ലാ സഭകളുടെ അധ്യക്ഷന്മാരല്ല, ബിഷപ്പുമാരൊക്കെയാണ് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതാത് സഭകളിൽ കുറച്ചുകൂടി ചർച്ചകൾ നടത്തുക, അതിനുശേഷം ഇത് സംബന്ധിച്ച അന്തിമമായ ഒരു വ്യക്തത, ഏത് തരത്തിലാണ് സമിതി രൂപീകരിക്കേണ്ടത്, അതിൽ ആരൊക്കെ ഉണ്ടാകണം എന്നത് സംബന്ധിച്ച ഒരു അന്തിമമായ വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ എന്തായാലും സമിതി രൂപീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ആശങ്കയിലാക്കുന്ന കാര്യം തന്നെയാണ്. ഈ പള്ളുരുത്തി സംഭവം മാത്രമല്ല, അതിനു മുൻപ് കോതമംഗലത്തും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ പ്രാർത്ഥനയ്ക്കുള്ള മുറി വേണം എന്ന ആവശ്യവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആവശ്യവുമായി മുന്നോട്ട് വന്നതും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും അന്ന് ഉയർന്നു വന്നതാണ്. ഇതൊരു തുടർച്ചയായി ഉണ്ടാകുന്നു. ഇത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം ഉണ്ടാകുന്നതിന് പിന്നിൽ എന്ത് എന്ന ചർച്ചകളിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാനോ പ്രകോപനപരമായി എന്തെങ്കിലും പറയാനോ ഒന്നും ഇപ്പോൾ സഭകൾ തയ്യാറല്ല എന്നുള്ളതാണ് ഈ വിവിധ സഭാധ്യക്ഷന്മാരും രൂപതാധ്യക്ഷന്മാരും ഒക്കെ ഉണ്ടായ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും സഭകൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുന്നു എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വീണ്ടും വിശ്വാസ സമ്മേളനവുമായി സർക്കാർ. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിൽ 3 കേന്ദ്രങ്ങളിലായാണ് സമ്മേളനങ്ങൾ നടത്തുക. സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയിൽ നടക്കുന്ന പരിപാടിയിൽ മതമേലധ്യക്ഷന്മാരും സന്യാസിമാരും പങ്കെടുക്കും. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം, NSSുമായുള്ള പിണക്കം തീർക്കൽ, SNDPയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കൽ, ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമായ നിലപാട് മാറ്റൽ. ഇതിനൊക്കെ പിന്നാലെയാണ് ഇടതു സർക്കാർ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിപുലമായ സമ്മേളനങ്ങൾ വിളിക്കുന്നത്. വളരുന്ന വർഗീയ രാഷ്ട്രീയത്തെയും മതരാഷ്ട്രവാദത്തെയും തെറ്റായ ആശയങ്ങളെയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനങ്ങളെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. യഥാർത്ഥ വിശ്വാസികൾ വർഗീയതയ്ക്കെതിരാണെന്ന സന്ദേശം എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ. സമ്മേളനങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് കലാസാംസ്കാരിക പ്രവർത്തകർ, മതവിശ്വാസികൾ, മതനേതാക്കൾ, സമുദായ പ്രവർത്തകർ, സാഹിത്യ നായകന്മാർ, കായിക പ്രതിഭകൾ എന്നിവരെയാകും. സന്യാസിമാർ, മതമേലധ്യക്ഷന്മാർ, നവോത്ഥാന സന്ദേശവാഹകർ എന്നിവർ പ്രഭാഷകരായി എത്തുമെന്നും സാംസ്കാരിക മന്ത്രിയുടെ ക്ഷണക്കത്തിൽ വ്യക്തമാക്കുന്നു. നവംബർ 4 കോഴിക്കോടാണ് ആദ്യ പരിപാടി. മതരാഷ്ട്രവാദത്തിന് എതിരെന്ന് പറയുന്നതുകൊണ്ട് തന്നെ സമ്മേളനങ്ങളുടെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയും SDPയും പോലുള്ള തീവ്ര നിലപാടുകളുള്ള മുസ്ലിം സംഘടനകളാണെന്ന് വ്യക്തം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഈ സംഘടനകൾ UDFനെയാകും പിന്തുണയ്ക്കുന്നതെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മുസ്ലിം സമുദായത്തിലെ മതേതരബോധമുള്ളവർ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനം കൂടിയാണ് ഈ സമ്മേളനങ്ങളിലൂടെ സർക്കാരും CPMഉം മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വാസത്തെയും വിശ്വാസികളെയും വിട്ടൊരു കളിക്കുമില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ മതേതര സർക്കാർ. ആദ്യം ആഗോള അയ്യപ്പ സംഗമം, ഇപ്പോൾ വിശ്വാസ സമ്മേളനങ്ങളും. സംസ്ഥാനത്തെ വിശ്വാസ സമൂഹവും വിശ്വാസത്തിന്റെ അട്ടിപ്പേരവകാശപ്പെടുന്ന സാമുദായിക നേതൃത്വങ്ങളും ഇടതുമുന്നണിയെ, ഈ സർക്കാരിനെ എത്രത്തോളം വിശ്വസിക്കുമെന്ന് കാത്തിരുന്നു കാണണം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ജി സുധാകരനെതിരെ കുറ്റപത്രമായി പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പാർട്ടിയുടെ അച്ചടക്ക നടപടിയും പരാമർശിക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തുവന്നത്. അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി H. സലാം SDPIക്കാരനാണെന്ന പ്രചാരണത്തിൽ ജി സുധാകരൻ മൗനം പാലിച്ചുവെന്നും മണ്ഡലത്തിലെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നതുമടക്കമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചതും ദീർഘകാല സേവനവും പരിഗണിച്ചാണ് പരസ്യ ശാസനയിൽ നടപടി ഒതുക്കിയതെന്നും രേഖയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടായപ്പോഴും ആലപ്പുഴ ജില്ലയിൽ സീറ്റുകൾ ജയിച്ച സീറ്റുകളിൽ പോലും
വലിയ പിന്നോട്ട് പോക്ക് പാർട്ടിയുടെ വോട്ടുകൾ ഉണ്ടായെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അമ്പലപ്പുഴയിൽ പ്രത്യേകിച്ചും ജി സുധാകരന്റെ പ്രവർത്തനങ്ങളിൽ വലിയ കുറവുണ്ടായി, വീഴ്ചകളുണ്ടായെന്ന് അവിടുത്തെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം അറിയിച്ചു. അങ്ങനെയാണ് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച ചെയ്യാൻ ചേർന്ന സംസ്ഥാന സമിതി യോഗം അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വീഴ്ചയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമും സംസ്ഥാന സെക്രട്ടറി അംഗമായ KJ തോമസ് ഉടനെ കമ്മീഷനെയാണ് അന്ന് ഇതിനുമായി നിയോഗിച്ചത്. സുധാകരന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന റിപ്പോർട്ടാണ് സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സമിതിക്ക് കമ്മീഷൻ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഗുരുതര വീഴ്ച സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സ്ഥാനാർത്ഥി H. സലാം SDP കാരനാണെന്ന പ്രചരണം വലിയ രീതിയിൽ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ അന്ന് മന്ത്രി കൂടിയായിരുന്ന മുതിർന്ന നേതാവ് ജി സുധാകരൻ ശ്രമിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷം ചെയ്യുന്ന നിലപാടുകൾ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ആലപ്പുഴയിൽ ചെങ്ങന്നൂരും മാവേലിക്കരയും മാത്രമേ ജയിക്കാൻ പോകുന്നുള്ളൂ, മറ്റുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി തോൽക്കാൻ പോവുകയാണെന്ന പ്രചരണം, പ്രസ്താവനകൾ പല കമ്മിറ്റികളിലും സുധാകരൻ നടത്തിയത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് പാർട്ടി സുധാകരൻ നൽകിയത്. പക്ഷേ അദ്ദേഹം ആ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റിയില്ല. ഫണ്ട് പിരിവും അദ്ദേഹത്തിന് ലഭിച്ച ഫണ്ട് കൂടി ചെറിയൊരു ഭാഗം മാത്രം അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി നൽകുകയും ബാക്കി മറ്റു മണ്ഡലങ്ങൾ നൽകുകയും ചെയ്തു. അത് തന്നിഷ്ടപ്രകാരമായിരുന്നു. പാർട്ടി DC സെന്ററിന്റെ അനുമതിയോടെ ആയിരുന്നില്ല. അവിടെ സാമ്പത്തിക വലിയ ബുദ്ധിമുട്ട് ആ മണ്ഡലം കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നപ്പോഴും സുധാകരൻ സഹായിച്ചില്ല തുടങ്ങി വലിയ ആരോപണങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ 33 സ്ഥാനാർത്ഥികളെ 2 തവണ മത്സരിച്ചിട്ട് മാറ്റാൻ CPM തീരുമാനിച്ചപ്പോൾ, നിലവിലുള്ള MLA-മാരെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അമ്പലപ്പുഴയിൽ ഒരു തവണ കൂടി എനിക്ക് അവസരം കിട്ടുമെന്ന് സുധാകരൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വരാതെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലും ശരീരഭാഷയിലുമൊക്കെ അതൃപ്തി പരസ്യവുമായിരുന്നു. അത്തരം വലിയ വീഴ്ചകൾ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും ഒരു മുതിർന്ന നേതാവെന്ന നിലയിലും അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചുമാണ് പരസ്യ ശാസ്ത്രീയ നടപടി ഒതുക്കിയതെന്നാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. ഏതായാലും ഇപ്പോൾ സുധാകരനെതിരെ ഇത്രയധികം വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ഘടകങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് റിപ്പോർട്ട് പുറത്തുവരുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സജി ചെറിയാനെതിരെ വലിയ വിമർശനം ഇന്നലെ സുധാകരൻ ഉന്നയിച്ചിരുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുധാകരനെതിരെ നിലപാട് രംഗത്ത് വന്നിരുന്നു. പ്രാദേശിക നേതാക്കളൊക്കെ അതൃപ്തിയിലാണ്. ആ ഘട്ടത്തിൽ കൂടി സുധാകരന്റെ എതിരെയുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് സുധാകരനെ ഇനി അങ്ങനെ സഹിച്ചു മുന്നോട്ട് പോകേണ്ട എന്ന CPM-ന്റെ നിലപാട് പ്രഖ്യാപനമായി കൂടി കാണേണ്ടതുണ്ട്. സുധാകരൻ ഇപ്പോൾ CPM-ന്റെ ബ്രാഞ്ച് അംഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരംതാഴ്ത്തലിലേക്കൊന്നും പോകാൻ CPM-ന് കഴിയില്ല. അല്ലെങ്കിൽ സുധാകരനെ അങ്ങനെ പാർട്ടിക്ക് പുറത്താക്കാനും CPM തയ്യാറാകില്ല. പക്ഷേ സുധാകരൻ ഇനി അങ്ങ് വകവെച്ച് കൊടുക്കേണ്ട, നിരന്തരം പാർട്ടിക്ക് തലവേദനയുണ്ടാക്കുന്ന ആളായി തന്നെ സുധാകരനെ കാണാനുള്ള CPM-ന്റെ തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് റിപ്പോർട്ട് ഈ ദിവസങ്ങൾ തന്നെ പുറത്തു വന്നത്. ജി സുധാകരനെതിരെ 4 വർഷം മുൻപെടുത്ത നടപടിയെക്കുറിച്ചുള്ള രേഖ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. പാർട്ടി ഇക്കാര്യം അന്വേഷിക്കും. പാർട്ടി രേഖ രഹസ്യ സ്വഭാവമുള്ളതാണ്. പാർട്ടിയെയും സുധാകരനെയും തമ്മിൽ തെറ്റിക്കാൻ കൃത്യമായ ആസൂത്രണം നടക്കുന്നതായും നാസർ പ്രതികരിച്ചു. അത് നമ്മൾ ചർച്ച ചെയ്ത് ഒരു പരാതിസ്ഥാനത്തിൽ അന്വേഷണം വെച്ച് പാർട്ടിയിലെ ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ചു. എന്തെങ്കിലും അവസാനിപ്പിച്ചു. ഇനിയിപ്പം അതിപ്പോൾ വന്നെന്താണ് എനിക്കറിയില്ല, അത് അന്വേഷിക്കും. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള അന്വേഷിക്കും. ആ റിപ്പോർട്ട് അങ്ങനെ ആരുടെയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിരുന്നു, വർഷങ്ങളോളായി. അതാരാണ് ബോധപൂർവ്വം കൊടുക്കുന്നതാണ്. അതാരാണത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ ഇതിനകത്ത് ആരോ അതിൻ്റെ പുറകിലുണ്ട്. എന്താ വെച്ചാൽ ആരോ പുറകിലുണ്ട്. സുധാകരൻ സാഹിബിനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ അതിനുള്ള പ്ലാനോട് കൂടി നടത്തുന്ന ആൾക്കാരെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമോ? യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ കടുത്ത പ്രതിഷേധവുമായി ചാണ്ടി ഉമ്മൻ MLA. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിലാണ് അതൃപ്തി. തന്റെ സ്ഥാനചലനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് അബിൻ വർക്കിയെ അധ്യക്ഷനാക്കാതിരിക്കാൻ ചരട് വലിച്ചതെന്ന നിലപാടിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയുമെന്നും ചാണ്ടി ഉമ്മൻ പറയും. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ, വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് ചാണ്ടി ഉമ്മൻ അപ്രതീക്ഷിതമായി വൈകാരികമായ ഒരു പ്രതികരണം നടത്തിയത്.
കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ദിനത്തിലാണ് തന്നെ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പുറത്താക്കിയത്. രാജിവെച്ച ഒഴിയാൻ പറഞ്ഞതെങ്കിൽ താൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിന് പകരം തന്നെ അറിയിക്കാതെ അപമാനിക്കുന്നതിന് തുല്യമായൊരു ഇടപെടലാണ് ഉണ്ടായത് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെച്ചത്. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പുറത്താക്കിയവർ തന്നെയാണ് അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നിഷേധിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന പരോക്ഷമായ സൂചന നൽകിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അവരുടെ സാഹചര്യം ാക്കുന്നില്ല. ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയും. അതായത് ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു, ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ആ പവർ ഗ്രൂപ്പിന്റെ ഒപ്പം നിൽക്കാത്തവരെയെല്ലാം വെട്ടിനിർത്തുന്ന ഒരു സമീപനമാണ് എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്ന വിമർശനം പരസ്യമായി ചാണ്ടി ഉമ്മന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ നടത്തിയത് ചാണ്ടിയുടെ മാത്രം ഒരു വികാരമല്ല, അതിനപ്പുറത്തേക്ക് ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളടക്കം കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നേതൃത്വത്തെ തങ്ങളുടെ അമർഷം ഈ അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു. അവിടെ ഉയർത്തിക്കാണിച്ചതും ഇതേ പ്രശ്നം തന്നെയാണ്. ആ കാര്യം തന്നെയാണ് ചാണ്ടി ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് സംസ്ഥാന കോൺഗ്രസിൽ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അബിൻ വർക്കിക്ക് പുതിയ ഒരു ചുമതല ദേശീയ തലത്തിൽ സംസ്ഥാനത്തിരുന്ന് തന്നെ പ്രവർത്തിക്കാവുന്ന തരത്തിലുള്ള ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് ഘടകവിരുദ്ധമായ ഒരു പ്രതികരണം ചാണ്ടി ഉമ്മന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എടുത്തു പറയേണ്ട കാര്യം, ആരാണ് തന്നെ ഒരു പ്രധാന പദവിയിൽ നിന്ന് നീക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന കാര്യം താൻ വെളിപ്പെടുത്തും. പക്ഷേ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ അതൊരു പാർട്ടിക്കുള്ള മുന്നറിയിപ്പായി കൂടി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെതിരെ ഗ്രൂപ്പുകൾക്കതീതമായി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഒന്നിക്കുന്നുവെന്നതിന്റെ സൂചനയായി വേണം ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തെ വ്യാഖ്യാനിക്കാൻ. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ 2 അധ്യാപകർക്ക് സസ്പെൻഷൻ. ക്ലാസ് ടീച്ചർ ആശ, പ്രധാനാധ്യാപിക ലിസി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത്. പല്ലൻ ചാത്തന്നൂർ സ്വദേശി അർജുൻ ക്ലാസ് ടീച്ചറുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. അതേസമയം കുട്ടിക്ക് വീട്ടിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നതായി സ്കൂൾ അധികൃതരും പറയുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. രാവിലെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലാസ്സിൽ കയറില്ലെന്ന് വ്യക്തമാക്കി KSU നേതൃത്വത്തിലായിരുന്നു സമരം. കഴിഞ്ഞ ദിവസമാണ് പല്ലൻ ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം രംഗത്ത് വന്നു. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികളയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിലടയ്ക്കുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. സഹപാഠികളും ഇതേ ആരോപണം ഉന്നയിച്ചു. അതേസമയം അർജുനന് വീട്ടുകാരിൽ നിന്ന് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ ആരോപണം. വിദ്യാർത്ഥികൾ സമരം കടുപ്പിച്ചതോടെ ക്ലാസ് ടീച്ചർ ആശയെയും പ്രധാനാധ്യാപിക ലിസിയെയും അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കുഴൽമന്ദം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് തല അന്വേഷണത്തിനും നിർദ്ദേശം നൽകി. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചു. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസ് വാദങ്ങൾ തള്ളി കോൺഗ്രസ്. പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ വെടിമരുന്നിന്റെ അംശം കണ്ടെത്തിയെന്ന പോലീസ് വാദമാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. ഗ്രനേഡ് എറിഞ്ഞത് പോലീസ് മാത്രമാണെന്ന് അവകാശപ്പെട്ട കോൺഗ്രസ് പുതിയ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. പോലീസ് കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് ആരോപിച്ച് DCC നേതൃത്വത്തിൽ പേരാമ്പ്ര DYSP ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം നടത്തി.
പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ UDF പ്രവർത്തകർ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന CPM ആരോപണം ശക്തമാക്കുകയും പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തതോടെയാണ് പ്രതിരോധം ശക്തമാക്കി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഒരു തരത്തിലുമുള്ള സ്ഫോടക വസ്തു പോലീസിന് നേരെ എറിഞ്ഞില്ല. പോലീസുകാർ മാത്രമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. പോലീസുകാർ നിൽക്കുന്ന ഇടത്തേക്ക് ഈ സ്ഫോടക വസ്തു വീഴുകയും പൊട്ടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഒപ്പം ഡിവൈഎസ്പി ഹരിപ്രസാദ് ഒരു കൈയിൽ ലാത്തിയും മറു കൈയിൽ ഗ്രനേഡുമായി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നും ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്നും അതായത് ഗ്രനേഡ് പൊട്ടുന്നു, പുക വരുന്നു. ആ പുകയിൽ ആകെ ബുദ്ധിമുട്ടുന്നു അവിടെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ മൂക്കുപൊത്തി ചെവിപൊത്തി കണ്ണുപൊത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ അതേ ഭാഗത്തുനിന്നും ഒരു സ്ഫോടക വസ്തു വരുന്നു, നിരത്തിലിടുന്നു, പൊട്ടിത്തെറിക്കുന്നു. ആ വിഷയം പുറത്തു വിട്ടത് അല്ല. പോലീസിനോട് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പ്രകടനം തടഞ്ഞ് തല്ലാൻ പറ്റുന്ന ഉമ്മ വെക്കണം. ഞങ്ങള് ആയുധം എടുത്തിട്ടില്ല. വാക്കുകൾ കൊണ്ടുള്ളത് ഇന്നലെയും ചെയ്തിട്ടുണ്ട്, നാളെയും ചെയ്യും. അന്വേഷണം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനീ പോലീസ് അതിക്രമത്തെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു? ഇവിടുത്തെ റൂറൽ SP പറഞ്ഞല്ലോ അതിക്രമം ഉണ്ടായിന്ന്. അതിലപ്പുറത്ത് എന്താ പറയാനുള്ളത്? ആയിക്കോട്ടെ, രണ്ടാമതാണല്ലോ പറഞ്ഞത്. ഞങ്ങളിപ്പോ പറഞ്ഞോ അവിടെ സ്ഫോടക വസ്തു പൊട്ടി എന്നുള്ളത് സത്യമാണ്. എറിഞ്ഞത് പോലീസാണ്. അതിന് ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഷാഫി പറമ്പിൽ നിന്നും KC വേണുഗോപാൽ MP-ക്കും എതിരായ EP ജയരാജന്റെയും TP രാമകൃഷ്ണന്റെയും ഇന്നലെ നടന്ന വിശദീകരണ യോഗത്തിലെ പരാമർശങ്ങൾക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സ്വന്തം കൈയും കാലും പാർട്ടി പ്രവർത്തകർ വെട്ടാതെ നോക്കണമെന്നായിരുന്നു ഇതിൽ DCC പ്രസിഡന്റ് പരാമർശം. ഒപ്പം ഈ CPM നേതാക്കളുടെ ആരെങ്കിലും അക്രമത്തിനിറങ്ങിയാൽ അതിന്റെ പരിണത ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് KM അഭിജിത്തും വ്യക്തമാക്കി. സ്ഫോടക വസ്തുക്കൾ അവിടെ വന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെന്ന്, അത് ഒന്നെങ്കിൽ ഗ്രനേഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടിയർ ഗ്യാസോ ആണ് എന്നും വ്യക്തമാണ്. ഇനി സ്ഫോടക വസ്തുക്കൾ UDF കോൺഗ്രസ് പ്രവർത്തകർ ഉപയോഗിച്ചു എന്നും പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അത്തരം ദുർബലമായ വാദങ്ങളൊക്കെ വെച്ച് CPM നടത്തുന്ന ജനാധിപത്യ അട്ടിമറി അതിനൊത്തുകൊണ്ട് പേരാമ്പ്രയിലെ പോലീസ്, പ്രത്യേകിച്ച് വടകര SP-യുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുണ്ടായിസം, അതിനെ മറച്ചുവെക്കാനുള്ള ചില കഥകളാണ് CPM പ്രചരിപ്പിച്ചത്. അതൊന്നും ഒരു അടിസ്ഥാനവുമില്ലാതെ അവരുടെ കല്ലുവെച്ച നുണകൾ ഷീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസിന് നേരെ സ്ഫോടകവസ്തു എറിഞ്ഞെന്ന് ആരോപിച്ച് 5 UDF പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നടത്തിയ ഫോറൻസിക്കിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു നടപടിയുമായി നീങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ ഷാഫി പറമ്പലിന് പരിക്കേൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസും CPM തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം വളരെ ശക്തമായി നീങ്ങുന്നതിനിടെയാണ് കേസിലെ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഷാഫിക്കെതിരെ അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് കോൺഗ്രസ് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം വടകര SP-യുടെ വീടിന് മുന്നിൽ ഉപരോധ സമരം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ചേപ്പാട് പള്ളിയുടെ കുരിശടി പൊളിച്ചതിൽ പ്രതിഷേധം. അറിയിപ്പില്ലാതെ കുരിശടി പൊളിച്ചതിനെതിരെ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. നടപടി വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവാണെന്ന് സഭാ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് വിമർശിച്ചു. നിങ്ങൾ ലോ ഓർഡർ ചെയ്യേണ്ട ആ ലോ എന്ത്? നിങ്ങൾക്കൊന്ന് ലോ എന്ത്? പള്ളി പൊളിക്കരുതെന്നാണ് ഓർഡർ ഉള്ളത്. അത് നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പള്ളി പൊളിക്കരുന്നുണ്ട്, അത് പൊളിച്ചിട്ടില്ല. ആരെയും അറിയിക്കാതെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് 1000 വർഷം പഴക്കമുള്ള ചേപ്പാട് കൽക്കുരിശ് പൊളിച്ചതെന്ന വിമർശനവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ദേശീയപാത വികസനത്തിനെതിരല്ല, പള്ളി അധികൃതരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ തന്നെ കുരിശ് പൊളിച്ചു മാറ്റുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ദിവന്യോസസ് തിരുമേനിയുടെ കബറടക്കമുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെയാണ് പോലീസ് ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണിക്ക് ആരോടും ചോദിക്കാതെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ വന്ന് അത് പൊളിച്ചത്. ഞാനിത് അറിഞ്ഞ് അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു പൊളിക്കൽ നിർത്താൻ പറഞ്ഞു. പോലീസ് സന്നാഹത്തോടെ നടത്തിയ
1000 വർഷം പഴക്കമുള്ള കൽക്കുരിശ് പൊളിച്ചു കളഞ്ഞു. എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്? പള്ളിക്കാരറിഞ്ഞില്ല, അച്ഛന്മാരറിഞ്ഞില്ല, എപ്പാപ്പന്യൂസ് തിരുമേനി അവിടെ വന്നു, അദ്ദേഹം അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവരോട് സംസാരിക്കണ്ടേ, ഇടവക്കാരോടും അച്ഛന്മാരോടും സംസാരിക്കണ്ടേ. അവസാനം ഞാൻ ഇടപെട്ട് അത് മാറ്റിവെച്ചു. നാളെ 11 മണിക്ക് ഞാൻ കായംകുളം NTPCയിൽ വെച്ച് കളക്ടർ സാന്നിധ്യത്തിൽ, ഡെപ്യൂട്ടി കളക്ടർ ADMന്റെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ്. സമാധാനപരമായി തീർക്കും. ആരും NHനെതിരല്ല. പക്ഷെ ആ കൽക്കുരിശ് അവരോട് പറഞ്ഞ് അവർ തന്നെ മാറ്റിയേ. 1000 വർഷമുള്ള കൽക്കുരിശ് പൊളിച്ചു കളയണം. എന്തൊരു മര്യാദകളാണ് നടക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേക ICU പ്രവർത്തനം തുടങ്ങി. മെഡിക്കൽ കോളേജിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി JCI മഞ്ചേരിയാണ് പൊള്ളലേറ്റ രോഗികളെ ചികിത്സിക്കാനുള്ള പ്രത്യേക തീവ്രപരിചരണ വിഭാഗം നിർമ്മിച്ചു നൽകിയത്. ICU യൂണിറ്റിന്റെ ഉദ്ഘാടനം JCI മേഖലാ പ്രസിഡന്റ് അരുൺ EV നിർവഹിച്ചു. പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് മെച്ചപ്പെട്ടതും ആധുനികവുമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ പ്രത്യേക ICU സഹായകരമാകും. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.